എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ചിലരെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. അത് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്, യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. അത് വളരെ യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ആ വിഷമം തോന്നുന്നത്. പ്രധാനമായിട്ടും പറഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, സ്ത്രീകളുടെ കഴിവിനെ കുറിച്ചും സ്ത്രീകളുടെ പവറിനെ കുറിച്ചും അവരുടെ പുറകെ വാലാട്ടി നടക്കുന്ന ഒരു ഭർത്താവായി പോകേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചും ഞാനൊരു സൂചന അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചില ആൾക്കാരെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. അത് യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ലീഡിങ് ഒരു പേഴ്സണാലിറ്റി ആവാനായിട്ടൊരു കാരണം എന്താണ് എന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ പറഞ്ഞു, തിലകം തൊടുന്നതിനെ കുറിച്ച് പറഞ്ഞു. തിലകം തൊടുന്ന സ്ത്രീകളാണെന്ന് പറഞ്ഞു. അവർ മോർ സെൻട്രലൈസ്ഡ് ആണ്, മോർ പ്രാക്ടിക്കലാണ്. എന്തുകൊണ്ടാണ്? അത് ഇത് തന്നെയാണ് കാരണം. അവരുടെ ഈ ആജ്ഞാചക്രം, നമ്മളുടെ ഈ ഫ്രണ്ടൽ ഏരിയ, ബ്രെയിനിൻ്റെ ഫ്രണ്ടൽ ഏരിയ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിലും സജഷൻസിലും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ ഈ ഫ്രണ്ടൽ ഏരിയ. അപ്പോൾ ഈ ഫ്രണ്ടൽ ഏരിയ ആക്റ്റീവായിരുന്നാൽ മാത്രമേ നമ്മൾക്ക് പ്രാക്ടിക്കലാവാൻ പറ്റൂ, നമ്മൾക്ക് കൂടുതൽ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല പൂർണ്ണ ബോധം ഉണ്ടാവുന്നത് അപ്പോഴാണ് നമ്മൾ മോർ പ്രാക്ടിക്കലാവുന്നത്. ഈ ഗുണം സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു ഭാഗം ഒരു തടസ്സവുമില്ലാതെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അവരെന്ത് വിഷമം വന്നാലും അവർക്ക് സഹിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. ഏത് സാഹചര്യം വന്നാലും അവർ പിടിച്ചു നിൽക്കും. എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും അവരെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതെന്താണ് കാര്യം? മനസ്സിൻ്റെ ശക്തിയാണ്. മനസ്സിൻ്റെ ശക്തി സ്ത്രീകൾക്ക് ജന്മനാൽ കിട്ടിയേക്കുന്നൊരു കാര്യമാണ്. അവരതിനെ സ്പോയിൽ ചെയ്യുന്നില്ല. സ്ത്രീകളെ സംബന്ധിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ, വിദേശ രാജ്യങ്ങളിലെ സ്ത്രീകളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് സ്കാറ്റേർഡ് ആയിരിക്കും. അത് നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പെൺകുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ സ്കാറ്റേർഡ് ആണ്. അവർക്ക് സെൻട്രലൈസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു സ്ഥലത്ത് അവർക്ക് ഉറച്ചിരിക്കാൻ പറ്റില്ല. ഇതിന് കാരണം ഇത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആണുങ്ങളുടെ കാര്യം. ആണുങ്ങളുടെ കാര്യത്തിലും ഈ പറയുന്ന പോലെ ഈ ഫ്രണ്ടൽ ഏരിയ ശരിക്കും നമ്മൾ സൂക്ഷിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ ഫ്രണ്ടൽ ഏരിയ, പ്രത്യേകിച്ച് ഫ്രണ്ടൽ ഏരിയ, അതുകൊണ്ടാണ് ഇവിടെ തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ ഡ്രൈവറുടെ സ്ഥാനം ഇവിടെയാണെന്ന് പറയാൻ കാര്യം അതാണ്. അപ്പോൾ ആ ഒരു കഴിവ് നമുക്ക് ഇൻബിൽറ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ത് ഷാർപ്പായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെല്ലാവരും ഷാർപ്പായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ജീവിത രീതികൾ മാറി. നമ്മൾക്ക് അതുപോലെ തന്നെ ഒരു പ്രധാന വിഷയമാണ് നമ്മൾ ഈ പറയുന്ന ബ്രൈറ്റായിട്ട് ഇരിക്കാനായിട്ട് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഒരു പെയ്ഡ് വീഡിയോയിൽ ഞാൻ പറയുള്ളൂ. കാരണം അത് ആവശ്യമുള്ളവർക്കാണ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ പെയ്ഡ് വീഡിയോ എന്ന് പറയുന്നത്? പെയ്ഡ് വീഡിയോ പൈസ കൊടുത്ത് ഞാനൊരു സർവീസ് എടുക്കുമ്പോൾ ആ സർവീസ് ആവശ്യമുള്ള വ്യക്തികളാണ് വരിക. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്കാണ് അത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തിനെക്കുറിച്ച്, ഏത് വിഷയത്തെക്കുറിച്ചാണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ അറിയേണ്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ വിഷയം ഞാൻ ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഓരോ വിഷയങ്ങൾ ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ വിഷയങ്ങളെ, പ്രത്യേകിച്ച് ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യുക. അതുകൂടാതെ പെയ്ഡ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പെയ്ഡ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ആ രജിസ്ട്രേഷൻ ഫീസ് ഒരു വ്യക്തിക്ക് ഒരു തുക നിശ്ചയിച്ചിട്ടുണ്ട്.
ആ തുകയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് അവരെ ഒരു സ്ഥലത്ത് വിളിച്ചിട്ട് നമ്മൾ അവരെ അവിടെ വെച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അന്ന് ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ചായിരിക്കും. നമ്മളുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ ചില ആൾക്കാർക്ക് സാധിക്കാറില്ല, ചില ആൾക്കാർക്ക് സാധിക്കും. അത് കാരണങ്ങൾ, അതിന് കാരണങ്ങൾ 3-4 കാരണങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ ശാരീരികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇതിനൊക്കെത്തിനും സൊല്യൂഷൻസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ആ സൊല്യൂഷൻസ് നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവുക. രജനീഷിൻ്റെ ഒരു കോട്ടുണ്ട്, എല്ലാ പുതിയ കാര്യങ്ങളും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. എവ്രി ന്യൂ ഈസ് അൺനോൺ എന്നാണ് പറയുക. അത് രജനീഷിൻ്റെ ഇത്രയും എന്താണ് പറയുക, ലോകം കണ്ടതിൽ വെച്ച്, ശങ്കരാചാര്യർക്ക് ശേഷം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റ് ഫിലോസഫർ അദ്ദേഹത്തിൻ്റെ വാക്കാണ്. നമ്മളെല്ലാം ഒരു പുതിയത് നമ്മൾ കാണുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പുതിയ കാര്യം എന്താണെന്ന് അക്സെപ്റ്റ് ചെയ്യണം. നമ്മളതിനെ, ആ പുതിയ കാര്യത്തെ നമ്മൾ ഉപയോഗിച്ച് നോക്കണം. ഒരു പുതിയ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ, ഒരു എന്തെങ്കിലും ഒരു ഉൽപ്പന്നം പുതിയത് മാർക്കറ്റിൽ വന്നാൽ നമുക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവരെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മളത് ഉപയോഗിച്ച് നോക്കണം. ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഗുണം മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാ പുതിയ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതല്ല, അൺനോണാണ് നമുക്ക് എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ വിഷയത്തിൽ നമുക്കൊരു ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 10 പേര്, നിങ്ങൾ ഒരു 10 പേരാകുമ്പോൾ നമുക്കൊരു ക്ലാസ് നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ക്ലാസ് ചെയ്യാം. അപ്പോൾ അന്ന് അതിനെക്കുറിച്ചൊരു പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം സ്ത്രീകളുടെ പവറിനെ കുറിച്ചാണ്. അപ്പോൾ സ്ത്രീകളുടെ പവർ എന്ന് പറയുന്നത്, സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. എന്തുകൊണ്ടാണ് ലക്ഷ്മിയാണെന്ന് പറയാൻ കാര്യം, അവരുടെ കയ്യിൽ സമ്പത്ത് വരാനായിട്ടുള്ള മാർഗങ്ങളും അതിൻ്റെ ഒപ്പം അവർ പ്രാക്ടിക്കലി ചിന്തിച്ച് ആ ഒരു കാര്യത്തിലേക്ക് കടന്ന് എത്താൻ വേണ്ടി അവർ ശ്രമിക്കും. അതിന് കാരണക്കാരൻ ഈ പറയുന്ന ആ ഒരു പവറാണ്. അവരുടെ ഇവിടം ശരിക്കും പറഞ്ഞാൽ ബ്രൈറ്റാണ്. അതിൻ്റെ ഒരൊറ്റ ശക്തിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ചില സ്ത്രീകൾ പറയാറില്ലേ, ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ബലത്താണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് പറയാറില്ലേ. ഒന്നുമല്ല, അവർ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും അവർക്ക് ശക്തിയുണ്ട്. അപ്പോൾ അവരിൽ കാര്യങ്ങൾ, മാനിഫെസ്റ്റേഷനും അവരിൽ വർക്കൗട്ട് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നും ഈ പറഞ്ഞ പോലെ കഞ്ചാവും ഈ മദ്യവും സിഗരറ്റും ഒക്കെ ഉപയോഗിക്കുന്നത്, സിഗരറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഇഫക്റ്റ് ചെയ്യുന്ന ഏരിയ ഇതാണ്, ഈ ഏരിയയാണ് നമ്മളുടെ ഫ്രണ്ടൽ ഏരിയ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരെന്തുകൊണ്ടാണ് ആ മോശം ഒരവസ്ഥയിലല്ല, ആ ഒരു മോശം കോണ്ടെക്സ്റ്റിലല്ല ഞാൻ അവിടെ പറഞ്ഞത്. ഇത് സ്ത്രീകളാണ്, ലക്ഷ്മിയാണ് അവർ. അവരെ നയിക്കാൻ അവർക്ക് കപ്പാസിറ്റി ഉണ്ട് ബിൽറ്റിനായിട്ട്. അപ്പോൾ ഭർത്താവ് തളരുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിനൊരു തളർച്ചയുണ്ടെന്ന് സ്ത്രീ മനസ്സിലാക്കിയാൽ സ്ത്രീ അവിടെ ഓവർ പവർ ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇത് ആർക്കെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ വിഷമത്തിന് കാരണം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നമ്മൾ പെരുമാറണം. അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ ലക്ഷ്മി നാരായണ സങ്കല്പമാണ് ശരിക്കും കുടുംബം എന്ന് പറയുന്നത്. ഭാര്യ ലക്ഷ്മിയും ഭർത്താവ് നാരായണനും എന്നാണ് പറയുന്നത്. ലക്ഷ്മി നാരായണ സങ്കല്പമാണ്. അപ്പോൾ രണ്ടുപേരുടെയും ബുദ്ധി എന്താ പറയുക, താമരപ്പൂ പോലെ വിടർന്നതാണെങ്കിൽ, താമരപ്പൂവിൻ്റെ കാര്യം അറിയാമല്ലോ. താമരപ്പൂ എന്ന് പറയുന്നത് നമ്മളുടെ സഹസ്രദല കമലം എന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിനിനെ പറയുന്നതാണ്. യോഗ കോണ്ടക്സ്റ്റിൽ യോഗ ആ ഒരു ആചാര്യന്മാർ പറയുന്നത് എന്താണ്, സഹസ്രദള കമലം എന്നാണ്. സഹസ്രദള കമലം, ഈ കമലം
പൂർണ്ണമായിട്ട് വിടർന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പറയുക, ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ അതിനെ ബ്രൈറ്റൻ ചെയ്യുക, അതിനെ കൂടുതൽ വിടർത്തുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിടരുന്നതനുസരിച്ച് നമ്മളുടെ ജീവിതം ഭയങ്കരമായിട്ട് മാറും. ഇത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഗുണപ്രദമാണ്. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ മയക്കുമരുന്നോ മദ്യമോ അല്ലെങ്കിൽ സിഗരറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അസുഖം വന്നിട്ട് ചില ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിപ്പോവാറുണ്ട്, അത് നമ്മളുടെ കയ്യിലല്ല. പക്ഷേ എന്നാലും ഇന്ന് അസുഖം വരാതിരിക്കാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. സപ്ലിമെൻറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് നല്ല സപ്ലിമെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അസുഖം വരാണ്ടിരിക്കാനായിട്ടൊക്കെ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ കാർഡിയോ വാസ്കുലർ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ തോന്നിയപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഗുണം ഞാൻ അനുഭവിച്ച ആളാണ്. അപ്പോൾ അത് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, ഉപയോഗിച്ചു അതിൻ്റെ ഗുണം മനസ്സിലാക്കിയ ആളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എവ്രി ന്യൂ ഈസ് അൺനോൺ. നമുക്കൊരു പുതിയത് കാര്യം വരുമ്പോൾ നമുക്കത് അറിയില്ല. അപ്പോൾ നമ്മൾ അതിനറിയണം, അതിനെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾക്കതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഇന്നലെ ചർച്ച ചെയ്ത വിഷയത്തിൽ സ്ത്രീയുടെ വാലാട്ടി പോകുന്നതിൻ്റെ കാര്യം പറഞ്ഞതാണ്. അത് തെറ്റായിട്ട് ആരും എടുക്കണ്ട, തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. അത് അവരുടെ ഗുണമാണ്, സ്ത്രീയുടെ ഗുണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള നമ്മളുടെ ശരീരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, നമ്മളുടെ ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതെല്ലാം വരുത്തിയാൽ നമ്മൾക്ക് നമ്മളുടെ വീടിൻ്റെ നാഥനായിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും. എപ്പോഴും വീടിൻ്റെ നാഥൻ എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തുല്യമായിട്ടുള്ള പങ്ക് തന്നെയാണ്. പക്ഷേ അതിൽ എപ്പോഴും മാസ്കുലൈൻ എന്ന് പറയുന്നത് പുരുഷനാണ്. പുരുഷൻ്റെ കഴിവുകൾക്ക് ഒത്തിരി സാധ്യതകൾ വേറെയാണ്. നമുക്കതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. സ്ത്രീക്കും അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. അവരുടെ പാർട്ട് അവർ ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്യുക. അതാണ് ഇത് തമ്മിലുള്ള കാര്യങ്ങൾ. പരിപാലിച്ചു പോകുന്ന ആളാണ് നമ്മളുടെ ലോർഡ് വിഷ്ണു. എല്ലാം പരിപാലിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ പരിപാലിച്ചു പോകുന്ന ആളുടെ ധനം എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. പുള്ളിക്കാരിയാണ് ഫിനാൻസൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻസ് മാനേജറാണ് കുടുംബത്തിലെ. അതങ്ങനെ തന്നെയാണ്. ഇതാണ് കാര്യം. നമ്മൾ ചിലപ്പോൾ എവിടെയോ എപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മളുടെ ശ്രദ്ധയോ ഒക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. പിന്നെ ചില ആൾക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ കൂടുതൽ ഇൻവോൾവ് ആവുമ്പോൾ ഭാര്യ ഏറ്റെടുക്കുന്നു കാര്യങ്ങൾ. ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്, ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചില ആൾക്കാർ സ്ത്രീയുടെ അടിമയായി പോകുന്നുണ്ട്. അത് അടിമയായി പോകുന്ന പറഞ്ഞാൽ അവർക്ക് നിസ്സഹായത കൊണ്ട് അവർക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റാണ്ട് മാനസികമായിട്ട് സംഘർഷം, ഈഗോ അവിടെ ക്ലാഷ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഭാര്യ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് ഭർത്താവിന് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കാൻ പറ്റാത്തത് എന്താണ്? അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഭർത്താവിന് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ലാണ്ട് പോകുന്നു. എല്ലാ മനുഷ്യനും ബുദ്ധിയുണ്ട്, പക്ഷേ ആ ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. ആ ബുദ്ധിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരാളുടെ അടിമയായി പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ സമയം നമുക്കുണ്ട്. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു ടൈം മാനേജ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് മാത്രമേ. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ പരിശീലന പ്രോഗ്രാമുകൾ മോഡ്യൂൾസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അതുപോലെ കുടുംബത്തെക്കുറിച്ചും നമുക്ക് മോഡ്യൂൾസ് ഉണ്ട്, ആ മോഡ്യൂൾസും നമുക്ക് ചെയ്യാം. ഇതെല്ലാം പെയ്ഡ് പ്രോഗ്രാംസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയ്ഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കണം. അത് നിങ്ങൾ അറിയിക്കുമ്പോൾ ഞാനതിന് മറുപടി ഇടാൻ പറ്റുന്നതും ഞാൻ മറുപടി ഇടും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം, ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കതിനെക്കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യാം.
മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ എന്ത് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചേക്കുന്നതാണ്. എൻ്റെ അച്ഛൻ എന്നോട് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ ചെറുതിലെ അച്ഛൻ ഇലക്ട്രിക്കൽ ഓവർസിയറായിട്ടാണ് റിസർച്ച് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറയുമായിരുന്നു, എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, എന്ത് കാര്യമാണെങ്കിലും മോനെ ഇത് മനുഷ്യനുണ്ടാക്കുന്നതാണ്. ഇലക്ട്രിക്കൽ കാര്യങ്ങളില്ല, അത് എനിക്ക് ഭയങ്കര ഒരു പാഠം തന്നെയാണ്. മനുഷ്യനുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ കാര്യം ഒരു മനുഷ്യനെ കൊണ്ട് അത് നേരെയാക്കാനും പറ്റും. അത് ചീത്താക്കണമെങ്കിൽ ചീത്താക്കുകയും ചെയ്യാം, നേരെയാക്കണമെങ്കിൽ നേരെയാക്കുകയും ചെയ്യാം. അത് മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യം തന്നെയാണ്. കാര്യം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ്. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് മനുഷ്യനായിരിക്കാം, എന്നാലും അതിനൊരു മനുഷ്യൻ്റെ അവിടെ ഒരു പ്രവൃത്തിയാണത്. അപ്പം നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മൾ പെരുമാറുക, അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരവസ്ഥയിലേക്ക് പോകട്ടെ, ജീവിതം എല്ലാവരുടെയും നല്ലൊരവസ്ഥയിലേക്ക് മാറട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നന്ദി, നമസ്കാരം.